വെക്കാൻ പോണത് തെരണ്ടിക്കറിയാണ് ചേട്ടൻ. അപ്പോൾ ഇന്നലെ തെരണ്ടി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വെക്കണമെന്ന് കാണിക്കുന്നത്. ഇന്നിപ്പോൾ ചെറിയൊരു പാചകം എടുക്കാമെന്ന് ഓർത്താണ്. അപ്പോൾ ഞാൻ ബീറ്റ്റൂട്ടും പരിപ്പും കൂടി വേവിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിൽ അടിച്ച് വെച്ചാക്കിനാണ് അത്. വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട്. ഇത് അത്ര വലിയ പാചകമൊന്നുമല്ല, എന്നാലും നമുക്ക് ബീറ്റ്റൂട്ട് അധികം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയെങ്കിലുമൊക്കെ തീർക്കണമല്ലോ. പിന്നെ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ മൂത്തിട്ടുണ്ട്. അപ്പോൾ ചതച്ച് വെച്ചേക്കണം. ഉള്ളി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. മൂത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് നമ്മുടെ വീട്ടിൽ ചതച്ച് വെച്ചേക്കണം മുളക്, നമ്മുടെ വീട്ടിലുണ്ടായിട്ടേ ആ മുളക് ഞാൻ ചതച്ചതാണ് ഉണക്കിയിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് അപ്പോൾ ഇതിലിത്തിരി ചാറുണ്ടായിട്ടാണ് ഞാൻ ഊറ്റിക്കളഞ്ഞില്ല, നമുക്ക് വറ്റിച്ചെടുക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ സത്താനുള്ള വെള്ളം. അപ്പോൾ ഞാനിതിരി തേങ്ങയിൽ എടുക്കട്ടെ. ബീറ്റ്റൂട്ട് ഒരു വിധം വറ്റിയിട്ടുണ്ട് ഇട്ടാണ്. ഇനി ഞാൻ ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കട്ടെ. ഇപ്പോൾ ബീറ്റ്റൂട്ടും പരിപ്പൂട്ട കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്നൊരു പാചകം കൂടി ഉണ്ട്. ചേട്ടൻ തെരണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നന്നാക്കിയില്ല. ആൾ തന്നെയാണ് നന്നാക്കിയത്. എനിക്ക് ഇങ്ങനത്തെ മീനൊന്നും നന്നാക്കാൻ വലിയ വശമില്ലാത്ത ആൾ നന്നാക്കി തന്നിട്ടുണ്ട്. ഒരു 3/4 കിലോ തെരണ്ടിയുണ്ട്. പിന്നെ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി, പിന്നെ അതിൽ വേപ്പില, പിന്നെ നമ്മുടെ വീട്ടിലുള്ള തക്കാളി നമ്മൾ പറഞ്ഞില്ലേ, പശു പോയിട്ട് വീണ് പോയ തക്കാളി അത് എടുത്തിട്ടുണ്ട്. പിന്നെ പഴുത്ത തക്കാളി വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. മല്ലിപ്പൊടി 2 സ്പൂൺ, മുളക് പൊടി 1.5 സ്പൂൺ, മഞ്ഞൾപ്പൊടി ഇത് കുറച്ച് ആവശ്യത്തിന്. അപ്പോൾ പൊടികൾ മൂപ്പിക്കാൻ വേണ്ടി ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് പൊടി ഇട്ട് കൊടുക്കുക. ഈ കറി വെക്കണതിൽ എനിക്ക് എത്ര പങ്കൊന്നുമില്ല. എനിക്ക് എത്ര കറിയിൽ ഇത് വെക്കാനുണ്ട്. അപ്പം ചേട്ടനാണ് ഈ കറി വെക്കണത് കേട്ടോ. ഞാൻ പറയൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഹെൽപ്പ് ചെയ്യണുള്ളൂ. പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചു കൊടുക്കണം കേട്ടോ. ചേട്ടൻ സമ്മതിച്ചെന്നില്ല. ഞാൻ തന്നെയാണ് വെക്കണമെന്നാണ് പറയണത്. അപ്പം ആരെങ്കിലും ആവട്ടെ, കറി ഏതായാലും വെക്കണ്ട്. അപ്പോൾ മോൻ്റെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചോറായാന്ന് വെച്ചിട്ട്. നമ്മൾ കറി വെക്കണുള്ളൂ, വൈകിയാണ് വെച്ചത്. ഒരു കറി വെച്ച് കഴിഞ്ഞ് ഇനി അടുത്ത് വെക്കാൻ പോകുള്ളൂ. പിന്നെ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു നല്ല സ്മെല്ല് വന്നിട്ടുണ്ട് കേട്ടോ. നോക്കണേണ്ട കലം കഴുകി കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ വലിയ പാചകക്കാരൊന്നും അല്ല കേട്ടോ. ചെറിയ പാചകങ്ങൾ. എപ്പോഴും പച്ചക്കറിയിൽ വെള്ളമൊഴിക്കലും വെള്ളമെടുക്കലൊക്കെ അല്ലേ കാണുന്നത്. അപ്പം അതിനിടയ്ക്ക് നമ്മുടെ വീട്ടിലുള്ള രാത്രി കാഴ്ചകളാണ് കേട്ടോ. രാത്രി ചെടികളൊക്കെ നിൽക്കണത്. പിന്നെ നമ്മുടെ ഈ അഗ്ലോണിമക്ക് പൊക്കം വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇലകൾ കണ്ട. എനിക്ക് ആദ്യം ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവില്ല ഇത് ഇലയാണ്, എനിക്കറിയില്ലായിരുന്നു. ഇതൊരു വെറും മുട്ട് പോലെ ഇങ്ങനെ തോന്നിയിരുന്നത്. പക്ഷേ ഇത് ഇലയായിട്ട് വിരിഞ്ഞ് വരും. ഇത് പക്ഷേ അങ്ങനെ അത് പൊക്കം വെച്ച് ഇല പോണത് ഇങ്ങനെ പന്തലിച്ച് വരുന്നുണ്ട്. ഇത് പക്ഷേ കോലാപ്പിയായിട്ടാണ് പോണത്. എന്താ പൊക്കം വെച്ച് വരുന്നുണ്ട്. ഇതൊക്കെ ഒരു കുഞ്ഞ് ചെടി കൊണ്ട് വെച്ചാലേ. ഇത് ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. ഇപ്പം തന്നെ ഇട്ടു ഉള്ളിയൊക്കെ ഇട്ടു. കൊച്ചുള്ളി ചതച്ചത്. ഇത് വടക്കല്ലേ എന്തായാലും മടക്കില്ല. ചള്ളി കേട്ടെ നല്ല ചൂടുണ്ട് ഇറച്ചത്. അപ്പോൾ ഉള്ളിയുടെ ഒന്ന് പയ്യെ വാടിയപ്പോക്കും അതിലോട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചത് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പഴുത്ത പച്ചമുളകിൽ നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണ്. പഴുത്തത് എപ്പോഴും ഉണക്കാനിടാറുണ്ട്. ഇതിപ്പോൾ കറിയിലോട്ട് എടുത്തു. ഇപ്പോഴത്തെ മുളക് പൊടി വീണ്ടും ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ മീൻ 3/4 കിലോ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സംശയമാണ്. പച്ചമുളക് എന്താ 5-6 മുളകിൻ്റെ ഒരു എരിവ് കുറഞ്ഞാൽ ചിലപ്പോൾ കൂട്ടാൻ തോന്നിയില്ല. ചിലപ്പോൾ പച്ചമുളക് എരിവുണ്ടാവും കേട്ടോ. പഴുത്ത
എന്നുവെച്ചാൽ ആ മുളക് ചതച്ചതിന് നല്ലൊരു വെണ്ട് ഒരു ഇത്തിരി ഇട്ടപ്പോൾ ഇതൊന്ന് വാടിയിട്ടുണ്ട്. നല്ലോണം മൂപ്പിക്കാനില്ലെന്ന് വെച്ചാൽ നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് പോകുമല്ലേ, ഉള്ളിയുടെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ തക്കാളി എപ്പോഴാണ് പറഞ്ഞത്? അപ്പോഴേ ആള് പൊടിയിട്ട് കൊടുക്കും. പൊടിയിട്ടിട്ട് ഇനി അധികം മൂക്കണ്ടെന്ന് മൂത്ത പൊടിയല്ലേ. അപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി മൂപ്പിച്ചതിട്ട് എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണോ? തക്കാളി വാടും സംഗതി അല്ല, ഈ വെളിച്ചെണ്ണ വെള്ളം ഒഴിച്ചെടുക്കണോ? അപ്പോൾ ഇത്തിരി കൂടി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിച്ചണിൽ നിൽക്കുമ്പോൾ ഇടക്ക് ഞാനിങ്ങോട്ട് ഇടക്ക് നമ്മൾ പുറത്തോട്ട് വരണമെന്ന് വെച്ചാൽ ഭയങ്കര ചൂട്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ചൂട് തോന്നില്ല, കാരണം തൊട്ടിപ്പുറം തന്നെ നമുക്ക് പുഴയല്ല. അപ്പോൾ നമുക്ക് അധികം ചൂട് അങ്ങോട്ട് ഇതാവില്ല. കാറ്റില്ലെങ്കിൽ തന്നെ ഒരു വായു സഞ്ചാരം ഉണ്ടല്ലോ നമുക്കിവിടെ, അതിൻ്റെ ഒരു ഇതുണ്ടാവും, ചൂടുണ്ടാവില്ല. പിന്നെ തക്കാളി ഒന്ന് വേവണമല്ലോ, അതിന് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ വെളിച്ചെണ്ണയിൽ നമുക്ക് എന്നുവെച്ചാൽ പച്ചത്തക്കാളി ആവില്ല, പക്ഷെ നല്ല ഗ്രേവി ആയി കിട്ടുമെന്ന് തോന്നുന്നത്. അപ്പോൾ ഇനി ഇതിലോട്ട് കുടപ്പുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചാറ് കുറച്ചും കൂടി വേണം. ഇത് വറ്റി ഒരു ഇത്രയും ചാറ് പാടുള്ളൂ അല്ലേ? കല്ലുപ്പിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാനുള്ളൂ. നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചിട്ട് കൊടുക്കുള്ളൂ. കൂടിയാൽ കുഴപ്പമില്ല. അപ്പോൾ ഒരു ചെറിയ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വീണ്ടും വെള്ളം ഒഴിക്കണ്ട. വീണ്ടും ഞങ്ങൾ പുറത്തോട്ട് വന്നിട്ടാണ് എന്നുവെച്ചാൽ മീൻ അപ്പോൾ തിളക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വല വലിക്കണ കാഴ്ച കേട്ടാൽ നമുക്ക് ഒന്നും കിട്ടാനുള്ള, എന്നാലും വെറുതെ ഇടേന്ന് എന്നുവെച്ചാൽ നമ്മുടെ മീൻ ഇട്ടാക്കണേന് എന്തെങ്കിലും തീറ്റ കൊടുക്കണമെങ്കിലേ നന്ദന നെല്ല് കിട്ടിയാൽ കൊടുക്കാമല്ലോ. അപ്പോൾ ആളിത് കോരാനായിട്ട് പോയിട്ടുണ്ട്. ഒന്നും കിട്ടൂല എന്ന് ഉറപ്പാണ്, എന്നാലും എല്ലാ ദിവസവും കിടക്കണവരെ നമ്മിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ചെറിയൊരു പൊടിക്കളം കിട്ടിയിട്ടുണ്ട്. അത് കാണൂലെന്ന് പറഞ്ഞൊരു പാത്രത്തിലോട്ടിട്ട് ഇപ്പോൾ വലിച്ചപ്പോൾ കിട്ടിയിട്ട് അവിടെ വെച്ചിട്ട് ഇരുട്ട്. പക്ഷേ ഈ സംഗതി നമ്മൾ നന്നാക്കി കറി വെച്ചാലും വറുത്താലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പൊടി നന്ദനാണ്, നന്നാക്കി എടുക്കേണ്ട ബുദ്ധിമുട്ടുള്ളൂ. പക്ഷെ ഇത് സംഗതി കറി വെച്ചാൽ വറുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് മീനിലല്ല, നമ്മുടെ മീൻ കറിക്ക് അല്ല മീൻ തീറ്റൊക്കെ കൊടുക്കണമല്ലോ, അത് കാരണം നമുക്ക് കറിക്കെടുക്കില്ല. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. നമ്മൾ വല വലിക്കാൻ പോയപ്പോൾ മീനെ തളക്കാനാണെന്ന് വെച്ചിട്ടുണ്ട്. മീനിട്ടു. എല്ലാനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് വറ്റട്ടെ, മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്, വറ്റട്ടെ. അപ്പോൾ കറി വറ്റി കണ്ടിട്ടാണ്. അപ്പോൾ ആൾ വന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഇപ്പം പുളിയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റവ് ഓഫാക്കിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തേണ്ട, അടുത്ത വീഡിയോ ഇട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.